Boche Gold and Diamonds. Buy now, pay later. പൈങ്കുളം റെയിൽവേ ഗേറ്റ് അടച്ചാൽ വാഹനങ്ങൾ മണിക്കൂറോളം പെരുവഴിയിൽ നിൽക്കേണ്ട ഗതികേടാണ്. നൂറുകണക്കിന് വാഹനങ്ങളാണ് ഇതുവഴി പ്രതിദിനം കടന്നുപോകുന്നത്. മേൽപ്പാലം വേണമെന്ന ആവശ്യത്തിനും വർഷങ്ങളുടെ പഴക്കമുണ്ട്. നാൽപ്പത്തഞ്ച് മിനിറ്റോളം ഇവിടെ നിൽക്കൽ തുടങ്ങിയിട്ട് വളരെയധികം ബുദ്ധിമുട്ടാണ്. 3-4-5 ബസ്സുകൾ അത് പുറത്ത് ബാക്കിൽ നിൽക്കുന്നു. വളരെയധികം ആൾക്കാരെ വിഷമിക്കുന്ന അവസ്ഥയിലാണ്. അതിന് എന്തെങ്കിലും ഉടനെ ഒരു കാണണം. ചെറുതുരുത്തി പൈങ്കുളം വഴി ചേലക്കരയിലേക്ക് പോകുന്ന വാഹനങ്ങളാണ് പൈങ്കുളം റെയിൽവേ ഗേറ്റിൽ കുടുങ്ങിക്കിടക്കാറുള്ളത്. ചൊവ്വാഴ്ച രാവിലെ 9:45 കൂടി അടച്ചിട്ട ഗേറ്റ് 4 ട്രെയിനുകൾ പോയി അരമണിക്കൂറോളം കഴിഞ്ഞാണ് തുറന്നത്. ഒരു ഓട്ടോക്കാർക്കൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഒരു ഓട്ടം വന്നാൽ ഒരു മണിക്കൂറൊക്കെ കഴിയണം ഗേറ്റ് തുറക്കണം. ഇതിനൊരു പര്യവസാനം എന്നുണ്ടാവുന്ന ഒരു പിടുത്തമില്ല. ഇപ്പോൾ ആരോടാ കംപ്ലൈൻറ്റ് പറയാൻ, എന്താ ചെയ്യുക? ഇങ്ങനെയൊക്കെ എങ്ങനെ ജീവിക്കാതെ വഴിയില്ല. ഇതോടെ 2 ദിശകളുമായി നൂറുകണക്കിന് വാഹനങ്ങൾ നിരന്നു. സ്വകാര്യ ബസ്സിലെ യാത്രക്കാരും കുടുങ്ങിക്കിടന്നു. സമയം വൈകിയതോടെ പല ബസ്സുകളും ഷൊർണൂരിൽ സർവീസ് നിർത്തേണ്ട അവസ്ഥയുമുണ്ടായി. പൈങ്കുളം ഭാഗത്തേക്ക് പോകാൻ പോലും തയ്യാറാവാത്ത അവസ്ഥയുമുണ്ട്. എന്താ പറയാനുള്ളത്, ഒട്ടേറെ ജനങ്ങൾക്ക് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു ഗതാഗതമാണ് ഇപ്പോൾ ഈ ഗേറ്റ് കാരണം ഇവിടെ ഉണ്ടാകുന്നത്. അധികമായിട്ട് കുഴപ്പമില്ല. കാരണം അരമണിക്കൂറുകളായിട്ട് വണ്ടി ഇവിടെ ഓരോരുത്തരും നിൽക്കുകയാണ്. ഓരോരുത്തർ ഓഫീസിൽ പോകേണ്ടവരും മറ്റ് പ്രധാനപ്പെട്ട ആശുപത്രി കേസുകൾ അതേപോലുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതെല്ലാം മാറ്റി നിർത്താൻ ഒരു മേൽപ്പാലം വന്നാൽ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ തീരും. അതിന് ഗവൺമെൻറ് അതിന് വേണ്ട തീരുമാനങ്ങൾ എടുക്കണം. മേൽപ്പാലം നിർമ്മിക്കണമെന്നാണ് ആവശ്യം. ഡോട്ട് വ്യൂ ന്യൂസ്, കാഴ്ചകളാണ് ലോകം, കണ്ടു തുടങ്ങുക.